ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മീൻ തിളപ്പിച്ചതാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കണമ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു ഇടത്തരം കണമ്പാണിത്. അതിനെ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ തിളപ്പിക്കുന്നതിന് കണമ്പ് ഉപയോഗിക്കാറുണ്ട്. കരിമീൻ്റെ കുഞ്ഞ്, ചാള, അയില, അതുപോലെ തന്നെ പുഴമീൻ ഒക്കെ തന്നെ നമ്മൾ വലിയ മീനല്ലാത്ത ചെറിയ മീനുകളൊക്കെ തന്നെ നമ്മൾ തിളപ്പിക്കുന്നതിന് ഉപയോഗിക്കാറുണ്ട്. പിന്നെ കറി വെക്കുന്നതിന് ആവശ്യമായിട്ട് ഉള്ളി ഒരു 9 എണ്ണം, ഇഞ്ചി ഒരു കഷ്ണം, വെളുത്തുള്ളി 3, പിന്നെ നമ്മുടെ കാന്താരിമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. കാന്താരിമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഉള്ളി അരിഞ്ഞും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. മൺചട്ടിയിലാണ് മീൻകറികൾ സാധാരണ മൺചട്ടിയിലാണല്ലോ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായപ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും കാന്താരിമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരണം. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഉള്ളി വഴണ്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു പരുവത്തിൽ ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി നമ്മളിവിടെ നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇട്ട് കൊടുക്കുന്നത് 5 സ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ നമ്മൾ ഒരു കളറിന് വേണ്ടിയിട്ട് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ എണ്ണത്തിൽ കൂടുതലോ കുറവോ എന്താണെന്ന് വെച്ചാൽ വരുത്താട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം എരിവ് കഴിക്കുന്ന ആൾക്കാരാണുള്ളത്. അപ്പോൾ അത് കാരണം മുളക് പൊടി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കാം. കാരണം ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞാലേ ആ ഒരു കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ മുളക് പൊടിയുടെയൊക്കെ ഒരു കുത്തലൊക്കെ ഉണ്ടാവും. അപ്പം അത് മാറാനായിട്ടാണ് നമ്മൾ നന്നായിട്ട് തന്നെ ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മുരിഞ്ഞു വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ില്ലേ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയുടെ ഫ്ലേവർ വീട്ടിൽ ഇഷ്ടമുള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ ഇത്ര അധികം കറിവേപ്പില ഇടുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ല വെച്ചാൽ ഇത്ര അധികം കറിവേപ്പില ഒന്നും ഇടണ്ട. പിന്നെ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുകളിലായിട്ട്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. അതിനു മുന്നേ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ കറി, ഈ ചാറൊന്ന് അത്യാവശ്യം തിളച്ച് വരാനായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ദേ എണ്ണയൊക്കെ തെളിഞ്ഞ് മേലെ വന്നിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ചാറ് നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം തന്നെ ഇട്ട് കൊടുക്കാം. കൂടുതലായിട്ട് നമ്മളിത് വൈപ്പിൻ, കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിലെല്ലാം തന്നെ മിക്ക വീടുകളിലും ഈ പുളിയില്ലാത്ത തിളപ്പിച്ച മീൻകറി ഉണ്ടാക്കാറുണ്ട്. ചിലവർ ഈ നമ്മൾ തക്കാളി കൂടിയിട്ട് ആ ഉള്ളീൻ്റെയൊക്കെ ഒപ്പം ഇട്ട് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ആയിരിക്കും ചിലർ ഒഴിച്ച് കൊടുക്കുക. നമ്മളിവിടെ വിനാഗിരിയോ തക്കാളിയോ ഒന്നും തന്നെ ഇട്ട് കൊടുക്കുന്നില്ല. അല്ലാതെയാണിത് വെക്കുന്നത്. ചാള തിളപ്പിക്കാൻ നേരത്തൊക്കെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതേ നമ്മുടെ മീനെല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ചൊന്ന് പറ്റണം. കരിമീൻ, അതുപോലെ തന്നെ പിലോപ്പി,
ചാള, അയില, പിന്നെ പള്ളത്തി, അങ്ങനെ ചെറിയ മീനുകളൊക്കെ തന്നെ നമ്മൾ ഈ തിളപ്പിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പുളി അധികം ഇഷ്ടമല്ലാത്തവർക്ക് ഈ തിളപ്പിച്ച മീൻകറി ഇഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതേ നമ്മുടെ കറി ഒന്ന് ഒരുവിധമായിട്ടുണ്ട്, വെന്തിട്ടുണ്ട് മീനൊക്കെ. അപ്പോൾ ഒന്ന് ചുറ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ സമയമാകുമ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഈ ചട്ടിയിൽ ചൂടുള്ളത് കാരണം കുറച്ച് നേരം ഇത് ചട്ടിയിൽ തന്നെ ഇരുന്നൊന്ന് വറ്റും. കണ്ടില്ലേ? അപ്പോൾ തിളപ്പിച്ച മീൻകറി ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.